പ്രായം എത്രയായാലും തങ്ങളുടേതായ കർമ്മമേഖലയിലേക്ക് വീണ്ടും നടന്നെടുക്കുമ്പോൾ വർദ്ധിച്ച ശക്തിയും വീറും വീണ്ടെടുക്കാനാകും. വീണ്ടും പരിഗണിക്കപ്പെട്ടുവെന്നും തൻ്റെ കർമ്മശേഷി സമൂഹത്തിന് ഇനിയും ആവശ്യമുണ്ടെന്നുള്ള പ്രതീക്ഷകൾ ഏതൊരാളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രായമായ മാതാപിതാക്കളെ എല്ലാ രംഗത്തു നിന്നും മാറ്റി നിർത്തുന്നവരുണ്ട്. നിങ്ങൾക്കിനി ഒന്നിനും കഴിയില്ലെന്ന് പറഞ്ഞ് അവഗണിക്കുന്നു. ജീവിതത്തിൽ വിജയിക്കാനും നേട്ടം കൊയ്യാനും 3 കരുത്തരായ ശക്തികളെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിപുണരാവുകയും വേണം. ആഗ്രഹം, വിശ്വാസം, പ്രതീക്ഷ എന്നിവയാണത്. ആഗ്രഹങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ പ്രതീക്ഷകളാണ് മനുഷ്യനെ ഉയർത്തെഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. തങ്ങൾക്കും വേണ്ട ഇടം അവിടെ ബാക്കിയുണ്ടെന്ന് കാണുമ്പോൾ ഏതൊരു മനസ്സും ഹർഷപുളകിതമാകും. അവനവനിൽ വിശ്വാസം ജനിപ്പിച്ചുകൊണ്ട് ആരെയും മോട്ടിവേറ്റ് ചെയ്യാനാകും. അത്തരത്തിലുള്ളൊരു കഥയാണത്. ഒരു രാജാവിന് തൻ്റെ കാലാൾപ്പടയുടെ മുന്നിൽ നിന്ന് എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത് അസാമാന്യ കഴിവ് തെളിയിച്ച ഒരാനയുണ്ടായിരുന്നു. രാജാവിൻ്റെ കാലാൾപ്പടയിലെ ഏറ്റവും തലയെടുപ്പുള്ള കരുത്തനായ ആനയായിരുന്നു അത്. എല്ലാ യുദ്ധങ്ങളിലും അവനായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. നയിച്ച എല്ലാ യുദ്ധങ്ങളും ജയിച്ചു മാത്രമേ അവൻ തിരിച്ചു കയറിയിട്ടുള്ളൂ. യുദ്ധത്തിന് പോകുന്ന കാലാൾപ്പടയുടെ മുന്നിൽ അവനുണ്ടാകും. ആ നടത്തവും ഭാവവും അപ്പോൾ കാണേണ്ടത് തന്നെയാണ്. കാലമേറെ കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് പ്രായമായി. പഴയ ഉശിരും ഉന്മേഷവും നഷ്ടപ്പെട്ടതായി തോന്നിയപ്പോൾ അവനെ പടയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഒരിക്കൽ കൊട്ടാരത്തിലെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ആന ഒരു ചതുപ്പിൽപ്പെട്ടു. രാജഭടന്മാർ എത്ര ശ്രമിച്ചിട്ടും ആനയെ തിരിച്ചു കയറ്റാൻ സാധിച്ചില്ല. ആന ചതുപ്പിൽ നിസ്സഹായനായി നിന്നു. തൻ്റെ പ്രിയപ്പെട്ട ആനയ്ക്ക് വേണ്ടി രാജാവ് പലവിധ രക്ഷാമാർഗങ്ങളും പരീക്ഷയെങ്കിലും ഒന്നും വിജയിച്ചില്ല. എങ്ങനെയെങ്കിലും ആനയെ രക്ഷിച്ചേ മതിയാവും എന്നായി രാജാവ്. ആനയെ ചതുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉപായം പറഞ്ഞു തരുന്നവർക്ക് വിലപിടിപ്പുള്ള പാരിതോഷികം നൽകുമെന്ന് രാജാവ് വിളംബരം ഇറക്കി. രാജ്യം മുഴുവൻ ഭടന്മാർ വിളംബരം കൊട്ടിയറിയിച്ചു. അത് കേട്ട് ഒരു വൃദ്ധനായ ഗ്രാമീണൻ രാജാവിൻ്റെ അടുക്കലെത്തി പറഞ്ഞു, ആനയുടെ ചുറ്റും യുദ്ധസന്നാഹങ്ങൾ നിരത്തി യുദ്ധകാഹളം മുഴക്കുക. ആന ചതുപ്പിൽ നിന്ന് ഒറ്റയ്ക്ക് കയറും. രാജാവിന് അതിൽ വിശ്വാസം തോന്നിയില്ലെങ്കിലും ഈ ഘട്ടത്തിൽ അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വൃത്തം പറഞ്ഞത് പ്രകാരം ചെയ്യാൻ രാജാവ് ഉത്തരവിട്ടു. ചതുപ്പ് നിലത്തിന് ചുറ്റും കാലാൾപ്പട സർവായുധങ്ങളും അണിഞ്ഞ് അണിനിരുന്നു. കുതിരകളും മറ്റാനകളും നിരനിരയായി വന്നു നിന്നു. പെരുമ്പറ മുഴക്കുവാനുള്ള ഭടന്മാർ ഒരുങ്ങി നിന്നു. എല്ലാം കൊണ്ടും ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കും തകൃതിയായി നടക്കുന്നു. യുദ്ധത്തിന് പുറപ്പെടാനുള്ള രാജാവിൻ്റെ ഉത്തരവ് ഉച്ചത്തിൽ വായിക്കപ്പെട്ടു. അത്യുച്ചത്തിൽ കാഹളം വിളിച്ച് 4 പാടി നിന്ന് പെരുമ്പറയും മുഴുകി. ആനകൾ കൂട്ടത്തോടെ ചിഹ്നം വിളിച്ചു. കുതിരകളുടെ കുളമ്പടി ശബ്ദമുയർന്നു. അപ്പോൾ അതാ ചതുപ്പിൽ നിന്ന് ആന മുൻകാലുകൾ ഉയർത്തി മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി. പെരുമ്പറകൾ നിർത്താതെ മുഴക്കി. യുദ്ധകാഹളം അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ആനകളുടെ ചിഹ്നം വിളി അത്യുച്ചത്തിലായി. കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ കഥനമരുന്നുകൾ പൊട്ടി. അപ്പോൾ സർവ്വശക്തിയും എടുത്ത് ചതുപ്പിനെ വകഞ്ഞു മാറ്റി ആന കയറി വന്നു. രാജാവും പരിവാരങ്ങളും നെറ്റിപ്പട്ടവും ആടയാഭരണങ്ങളും ധരിപ്പിച്ച് ആനയെ കൊട്ടാരമുറ്റത്തേക്ക് ആനയിച്ചു. യുദ്ധഭൂമിയിലേക്ക് മാർച്ച് ചെയ്യുന്ന ഭാവത്തോടെ ആന തല ഉയർത്തിപ്പിടിച്ച് മുന്നിൽ നടന്നു. ഗ്രാമീണന് രാജാവ് ധാരാളം സമ്മാനങ്ങൾ നൽകുകയും കൊട്ടാരത്തിലെ ആനകളെ നോക്കുന്ന ജോലി നൽകുകയും ചെയ്തു. തങ്ങളുടേതായ മേഖലയിൽ കഴിവ് തെളിയിക്കപ്പെട്ടവരെ പ്രായത്തിൻ്റെയും കാലത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്താനാവില്ല. ജീവവായു പോലെ തങ്ങളുടെ ദൗത്യത്തെ ഏത് സമയത്തും വിജയകരമായി പൂർത്തിയാക്കുന്നവരുണ്ട്. അവർക്കത് അഭിനിവേശവും ആവേശവുമായിരിക്കും. കഥയിൽ ആനയ്ക്ക് അതിൻ്റെ പ്രതാപകാലം തിരിച്ചെത്തിയെന്ന് തോന്നിയപ്പോൾ അതിൻ്റെ ശക്തിയെ അതിൻ്റെ പ്രായത്തിന് പിടിച്ചു കെട്ടാനായില്ല എന്നാണ് സത്യം. പ്രായം എത്ര ചെന്നാലും അവർ വിജയക്കൊടി പാറിച്ച മേഖലയിൽ അവരെ വെല്ലാൻ ആരുമുണ്ടാകില്ല. അത് ബിസിനസ്സിലുമാകാം, ഉദ്യോഗസ്ഥരായി നിന്ന് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിലാകാം, അധ്യാപന ജീവിതവും ജീവവായു പോലെ കാത്തു സൂക്ഷിക്കുന്നതിലാവാം, അടുക്കളത്തോട്ടം അടക്കമുള്ള കൃഷിപ്പണികളിലാവാം, കുടുംബത്തിൻ്റെ ഐക്യവും സൗഹൃദവും നയപരമായി കാത്തു സൂക്ഷിക്കുന്നതിലുമാകാം, മികച്ച പരിശീലകരുടെ റോളിൽ മിന്നുന്നതുമാകാം. ഏത് രംഗത്തായാലും ആ രംഗത്തെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റം സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാകും. ഇതിൻ്റെ സന്ദേശം എല്ലാ കാലത്തും ആരെയും പ്രചോദിതരാക്കുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.